ഞാൻ മനഃപൂർവ്വമായി തന്നെ വീഡിയോ ചെയ്യാതിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രതിഭാഹരി എന്ന MLA, അല്ലെങ്കിൽ പ്രതിഭ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർ കായംകുളം MLA ആണ്. അവരുടെ മകനെയും ഏതാനും കൂട്ടാളികളെയും ഒക്കെ കൂടി നമ്മുടെ എക്സൈസ് സംഘം പിടിച്ചിരുന്നു. പിടിച്ചിരുന്നത് ആ സ്ഥലത്തെ തന്നെ മറ്റ് ചില എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റിക്കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒറ്റിക്കൊടുക്കണമെങ്കിൽ തന്നെ ഇതൊരു സ്ഥിരം പരിപാടി ആയിരിക്കണം, അല്ലാതെ യാദൃശ്ചികമായി ഒരു ദിവസം മാത്രമുള്ള പരിപാടിയാണെങ്കിൽ ഇവർക്ക് ഒറ്റിക്കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എന്താണെങ്കിലും ഒരമ്മയുടെയും ഒരു ചെറിയ പയ്യൻ്റെയും ഒക്കെ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാറ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. കാരണം ഈ പയ്യനടക്കമുള്ള ഏതാണ്ട് കുറച്ച് പേരെ എക്സൈസുകാർ അറസ്റ്റ് ചെയ്തു. എക്സൈസുകാർ അറസ്റ്റ് ചെയ്തിട്ട് അവരെ ജാമ്യത്തിൽ വിട്ടു. കാരണം അവരുടെ കയ്യിൽ നിന്ന് ആദ്യം പിടിച്ചെടുത്തത് 90 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിന്നെ അവർ 500 ml, അതായത് ഒരു 1/2 ലിറ്റർ വരുന്ന കഞ്ചാവ് അടങ്ങിയിട്ടുള്ള ലായനിയും, പിന്നെ നമ്മുടെ പപ്പായ മറ്റേ ഇലയുടെ തണ്ടുണ്ടല്ലോ, അതിട്ട് വലിക്കാൻ വേണ്ടിയിട്ടുള്ള തണ്ടുകളൊക്കെ ആയിട്ടാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇത് 1 കിലോയിൽ കൂടുതൽ കഞ്ചാവില്ലെങ്കിൽ അത് ജാമ്യം കൊടുക്കാവുന്ന കേസാണ്. അതുകൊണ്ട് അവരത് ജാമ്യം കൊടുത്തു വിട്ടു. അതൊക്കെ നിങ്ങളിപ്പോൾ എല്ലാവരും തന്നെ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇത് 90 ഗ്രാം കഞ്ചാവാണ് പിടിച്ചതെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് തന്നെ 24 ന്യൂസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അവർ പിന്നെ പുറത്തേക്ക് വിട്ടില്ല. കാരണം പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ വലിയ ബുദ്ധിമുട്ടിലായി പോയാനെ. അപ്പോൾ അത് പുറത്തേക്ക് വിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ പോലും ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥലം മാറ്റം കിട്ടി. ആ സ്ഥലം മാറ്റം കിട്ടിയതിന് ശേഷം MP രാജേഷ് പറഞ്ഞത് ഇത് പ്രമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റം ആയതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങളാരും മനഃപൂർവ്വം ഉപദ്രവിച്ചതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനെല്ലാത്തിനും ശേഷം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം ഇന്ന് രംഗത്തേക്ക് വന്നു. അദ്ദേഹം രംഗത്തേക്ക് വന്ന് പ്രതിഭ MLAയുടെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹം അതിഗംഭീരമായൊരു പ്രസംഗം നടത്തി. എന്ന് പറഞ്ഞാൽ ഈ പ്രതിഭയുടെ മകൻ്റെ പേര് കനിവ് എന്നാണ്. അപ്പോൾ ആ കനിവ് അതിനോട് വളരെ കനിവുള്ള, വളരെ കരുതലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഒരു പയ്യൻ സിഗരറ്റ് വലിച്ചു അല്ലെങ്കിൽ ബീഡി വലിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ വലിക്കുന്നത് എത്ര വലിയ തെറ്റാണോ, അവനെ വിളിച്ച് ഉപദേശിച്ച് വിടേണ്ടതിന് പകരം എന്തിനാണ് അവൻ്റെ പേരിൽ ഒരു ജാമ്യം കിട്ടാത്ത വകുപ്പുകളിട്ട് കേസെടുത്തത്? ഇനി കേസെടുക്കണമെങ്കിൽ പോലും എന്തിനാണ് ജാമ്യം കിട്ടാത്ത വകുപ്പിട്ട് കേസെടുക്കുന്നത് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, ഇത് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കറൻസ് റിപ്പോർട്ടൊക്കെ അദ്ദേഹം വായിച്ചു നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ആടിനെ പട്ടിയാക്കുന്ന ഒരു സ്വഭാവം സജി ചെറിയാനുള്ളത് കൊണ്ട് സജി ചെറിയാൻ മനഃപൂർവ്വം തന്നെ അങ്ങോട്ട് ന്യായീകരിച്ചേക്കാണ്. കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ഉപമ, ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കില്ല. എന്നെ ഞെട്ടിച്ചൊരു ഉപമ എന്ന് പറയുന്നത്, സജി ചെറിയാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് MTയും പുകവലിച്ചിരുന്നു, 1 കെട്ട് ബീഡി വീതം MT വലിക്കുമായിരുന്നു. അപ്പോൾ MTയും കനിവും വലിക്കും. ഏതാണ്ട് MT വാസുദേവൻ നായരും ഈടെ അന്തരിച്ചു പോയിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ള കേരളത്തിൻ്റെ കഥാകാരനായിട്ടുള്ള MTയും കനിവുമായിട്ടാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് നമ്മുടെ സജി ചെറിയാനോട് തന്നെയാണ്. കാരണം അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ വലിക്കുക എന്നുള്ളത്. വലിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ, അപരാധമാണോ, അതിനാണ് എക്സൈസുകാർ ഇത്തരത്തിൽ കേസെടുക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ടും ഉപദേശിച്ച് നേരെയാക്കണം, ഉപദേശിച്ച് പറഞ്ഞു വിടണം എന്നാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ അദ്ദേഹം പറയുന്നത്, ഈ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് അദ്ദേഹം വായിച്ചു എന്നും അത് തന്നെ മഹാ അബദ്ധമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ സജി ചെറിയാനൊക്കെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ MLAമാരുടെ മക്കളാണ് എന്തെങ്കിലും തോന്നിയവസം കാണിക്കുന്നതെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കരുത് എന്ന് വളരെ പച്ചയായി പറയുകയാണ് സജി ചെറിയാൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ MP രാജേഷ് എന്ന് പറയുന്ന എക്സൈസ് വകുപ്പ് മന്ത്രി ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റിയിരുന്നു. അപ്പോൾ അതടക്കം മലബാറിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് വിരമിക്കാൻ ഇനി 6-7 മാസം കൂടിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജില്ല കൊല്ലത്താണ്. വേണമെങ്കിൽ അങ്ങോട്ട് സ്ഥലം മാറ്റം കൊടുക്കാം. അതൊന്നും ഇവർ ചെയ്തില്ല. കാരണം ഇവർക്ക് സ്നേഹം കൂടിയത് കൊണ്ട് ഒരു ധൃതരാഷ്ട്രാലിംഗനം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നേരെ മലപ്പുറത്തേക്കാട്ടിയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സജി ചെറിയാൻ്റെയൊക്കെ ഗുണം, CPMലുള്ള ആളുകൾ പുറമേ വന്നൊരു വർത്തമാനം പറയുകയും അകമേ വേറെ കാര്യം ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ സജി ചെറിയാൻ അങ്ങനെയല്ല. അദ്ദേഹവും MM മണിയും ഒക്കെ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ്. നമുക്ക് നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഭരണഘടനയെക്കുറിച്ച് ഇവർക്കുള്ള ബഹുമാനം ഇവർ വെളിപ്പെടുത്തിയിരുന്നു. ഭരണഘടനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കുന്തവും കുടച്ചക്രവുമാണതും. കൂടാതെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കൊള്ളയടിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ളൊരു ഭരണഘടനയാണെന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു.
അപ്പോൾ അംബേദ്കർ ആരുടെ ആളായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. അതൊക്കെ സജി ചെറിയാൻ പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നമുക്കറിയാം. ഇതാണ് സജി ചെറിയാൻ്റെ ഒരു വാമൊഴി വഴക്കമുണ്ടായിട്ടുള്ളത്. ഇനി മറ്റൊരു വാമൊഴി വഴക്കം എന്ന് പറയുന്നത് സജി ചെറിയാൻ അനുപമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒരു കുട്ടിയെ ദത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം തിരുവനന്തപുരത്ത് ഉണ്ടായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വിവാദം ഉണ്ടായപ്പോൾ തന്നെ ഈ അനുപമ എന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ചൊക്കെ തന്നെ വളരെ മോശപ്പെട്ട പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ള കെൽപ്പുള്ള വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി. പിന്നെ നമുക്കെല്ലാം അറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന പോക്സോ കേസ് അടക്കമുള്ള നിരവധി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട വലിയ ക്രൈം നിലവിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തിനാണ് ഇത്ര വെപ്രാളം എന്ന് ചോദിച്ച മഹാനാണ് നമ്മുടെ സജി ചെറിയാൻ എന്ന് പറയുന്നത്. കൂടാതെ ഇദ്ദേഹം മന്ത്രിസ്ഥാനം തേച്ചതിന് ശേഷം ഒരു ഇടക്കാലയളവിൽ നേരെ സ്കൂട്ടറുമായി പുറത്തേക്കിറങ്ങി ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ ചെന്ന് കുത്തിയിരിക്കുകയും കയ്യിൽ കൊണ്ടെടുത്തിരിക്കുകയും ഒക്കെ ചെയ്ത ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാനൊക്കെ ഇദ്ദേഹം തയ്യാറായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ 3 പെൺമക്കൾ, അവർ ഡോക്ടർ പഠിച്ചവരാണ്, ഡോക്ടറായവരാണ്. അവരെ കൊണ്ടൊക്കെ തന്നെ 1 രൂപ പോലും ഫീസ് മേടിക്കാതെ സേവനം ചെയ്യുമെന്നുള്ള കരാറൊക്കെ ഒപ്പിട്ടിട്ടുള്ള വലിയ തോതിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും പിന്നെ കൂടാതെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന, അത് വലിയ തോതിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. അവരുടെയൊക്കെ ഭാഗത്തേക്ക് വരുന്ന പണം പിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പണം ഇടുന്നത് മുഴുവൻ അവിടെയുള്ള വലിയ ധനാഢ്യരായിട്ടുള്ള പാറവളക്കാരും അതുപോലെ തന്നെ കാട് കൈയേറുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ പണം മേടിച്ചുകൊണ്ട് വളരെ ആളുകൾക്ക് വലിയ നന്മ ചെയ്യുന്ന, ചെങ്ങന്നൂരിൽ കിടന്ന് ഒരു തവണ ഞങ്ങൾ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് TV-യിലൂടെ കരഞ്ഞ് നിലവിളിച്ചൊരു മനുഷ്യനാണ്. ഇതെല്ലാത്തിനും ശേഷം ഇദ്ദേഹം ഇപ്പോൾ പറയുന്നൊരു വാചകം എന്ന് പറയുന്നത്, എൻ്റെ സഖാക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഞാനതിൽ ഇടപെടും, ഞാൻ ഒരാളെയും ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മന്ത്രി തന്നെ വളരെ നിരുത്തരവാദപരമായി വന്ന് നേരിട്ട് ഉദ്യോഗസ്ഥരോട് പറയുന്നു, വലിയ MLA-മാരുടെയോ MP-മാരുടെയോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയോ ആരുടെയെങ്കിലുമൊക്കെ മക്കളാണെങ്കിൽ നിങ്ങൾ കേസെടുക്കരുത്, പകരം ഉപദേശിച്ച് വിടണം, കേസെടുത്താൽ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കുമെന്ന് കൃത്യമായി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നു. ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് MP രാജേഷ് പറഞ്ഞത്, അയ്യോ ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത്, ഞങ്ങളൊരു സാധാരണ ട്രാൻസ്ഫർ നടത്തിയതല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും MP രാജേഷിൻ്റെ വാദം പൊളിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി സത്യസന്ധനായതുകൊണ്ട് നമ്മുടെ പാവം സജി ചെറിയാൻ സത്യം തുറന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ ഏറ്റവും അമ്പരപ്പിച്ചത് സജി ചെറിയാനോട് ആകെയുള്ള ഒരു അഭ്യർത്ഥന, സജി ചെറിയാനെയും കനിവിനെയും തമ്മിൽ താരതമ്യം ചെയ്യൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ സജി ചെറിയാൻ കനിവിനെയും ഒരു കെട്ട് ബീഡി വലിക്കുന്ന MT വാസുദേവൻ നായരെയും തമ്മിലൊന്നും താരതമ്യം ചെയ്യരുത്, അത് കുറച്ച് കടുത്തുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസുമായിട്ടൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലുമായിട്ടൊക്കെ താരതമ്യം ചെയ്തിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി ഞെട്ടിത്തരിച്ചേനെ. അപ്പോൾ അതുകൊണ്ട് സജി ചെറിയാനും കനിവുമായിട്ട് താരതമ്യം ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധമില്ല. രണ്ടും നേരെ പറ്റിയ പാർട്ടീസ് ആയിരിക്കും. ഒരമ്മയുടെ ദുഃഖം മനസ്സിലാക്കണമല്ലോ. ഒരു ചെറിയ പയ്യൻ, അതിപ്പോൾ നാളെ ആരുടെ മകനായാണെങ്കിലും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ പെടാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാതിരുന്നത്. ഈ പ്രശ്നമുണ്ടായതിന് ശേഷം തന്നെ ശരിക്കും നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഏതാണ്ടൊരു തന്തക്ക് വിളിക്കുന്ന ലെവലിൽ, മറ്റേ ശവന്തീനികൾ എന്ന് വിളിക്കുന്ന ലെവലിൽ വന്ന് പ്രതിഭ വന്ന് വളരെ അകാരണമായി പൊട്ടിത്തെറിച്ചിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്, ഈ പറയുന്ന പ്രതിഭ ഒരു അമ്മയല്ലേ, അവർ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും വലിയ ദുഃഖപരമായ വിഷമകരമായ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയതാണ്. അവരുടെ ഭർത്താവ് തന്നെ പലപ്പോഴും ലഹരിക്കടിമപ്പെട്ട് എന്ന് പറഞ്ഞാൽ മദ്യപിച്ചൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഭർത്താവുമായിട്ട് ഇവർ ഏറ്റവും അവസാന കാലങ്ങളിലൊക്കെ അകന്നു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. എന്താണെങ്കിലും ഈ പറയുന്ന പ്രതിഭ എങ്കിലും സജി ചെറിയാനോട് പറയുന്നത്, എന്നെ ന്യായീകരിച്ച് എന്നെ വീണ്ടും കുഴപ്പത്തിലാക്കരുതേ എന്നുള്ളതാണ്, എന്നെ സപ്പോർട്ട് ചെയ്ത്. യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നത്തിൽ നിന്ന് പെടുകയും അത് ജനങ്ങളൊക്കെ മറന്നു തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ AK ബാലനൊക്കെ വന്നൊരു ന്യായീകരണം നടത്തും. അതോടുകൂടി ജനത്തിന് മനസ്സിലാവും പിണറായി ഇതിനകത്ത് ശരിക്കും എന്തോ കുറ്റക്കാരനാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ന്യായീകരണ തൊഴിലാളികളായി ഈ പറയുന്ന AK ബാലനും നമ്മുടെ MM മണിയും അതുപോലെ സജി ചെറിയാനും ഒക്കെ ഉള്ളിടത്തോളം കാലം, ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ PM മാർഷോയും ചിന്താ ജെറോമും ഒക്കെ ഉള്ളിടത്തോളം കാലം വളരെ ശോഭനമായ ഒരു ഭാവിയാണ് നമ്മുടെ ഈ പറയുന്ന CPM-നുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയാതെ വിട്ടുകൂടാ. കാരണം കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സജി ചെറിയാൻ തന്നെ പറഞ്ഞ മറ്റൊരു കമൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ഇവിടെ ഉമാ തോമസ് ഒരു സ്റ്റേജിൽ നിന്ന് മറിഞ്ഞു വീണ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ മറിഞ്ഞു വീണതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ സജി ചെറിയാൻ പറയുകയാണ്,
എൻ്റെ ഗൺമാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു സുരക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ ഗൺമാനെ പിടിച്ച് മന്ത്രിയാക്കുകയും സജി ചെറിയാനെ പിടിച്ച് ഗൺമാനാക്കുകയും ചെയ്യേണ്ടതാണ് നമ്മൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നമ്മുടെ കഷ്ടകാലം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്താണെങ്കിലും ശരി, ഒരിക്കൽ കൂടി നമ്മുടെ ഭാഗ്യമായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനൻ്റെ അനുമോദനങ്ങൾ. ഇനി മുതൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. നിങ്ങൾ പിടിക്കുമ്പോൾ ആദ്യം അവരുടെ പേരും അഡ്രസ്സും ഒക്കെ ചോദിക്കുക. ഏതെങ്കിലും MLA മകനാണോ എന്ന് ചോദിക്കുക. മകനാണെങ്കിൽ ഇനി എന്ത് ചെയ്താൽ പോലും, ഒരാളെ കത്തിക്കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, പോലീസുകാരാണെങ്കിൽ പോലും ഉപദേശിച്ച് വിടുക. ഇനി മുതൽ നിങ്ങൾ കത്തിക്കൂത്തരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിടുക. അതാണ് നിങ്ങൾക്ക് സർവീസിൽ വളരെ സുഖകരമായിരുന്ന് പെൻഷൻ കിട്ടാനുള്ള ഏക മാർഗം.